ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ? whenever the magnetic flux changes, എപ്പോഴാണോ കാന്തിക ഫ്ലക്സിന് മാറ്റം വരുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുതി ഉണ്ടാവുന്നത്. ഓർമ്മയുണ്ടാവും. കാന്തം നമ്മൾ ഈ സോളിനോഡിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ കാന്തത്തിന്റെ ബലരേഖകൾക്ക് വ്യതിയാനം സംഭവിച്ചു. അപ്പൊ അവിടെ എന്തുണ്ടായി? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായി. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോ എന്ത് സംഭവിക്കും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. വാട്ട് ഈസ് ഇ എം എഫ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓർമ്മയുണ്ടോ? പഠിപ്പിച്ചതാണ്. ഇ എം എഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം എന്താണ്? അങ്ങനെ ഇ എം എഫ് ഉണ്ടാവുമ്പോൾ ഇലക്ട്രോണുകളെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് ഉണ്ടാവുമ്പോൾ ഡ്യൂ ടു ദിസ് ആൻ ഇൻഡ്യൂസ്ഡ് കറന്റ് ഈസ് ഫോംഡ്. പ്രേരിത വൈദ്യുതി ഉണ്ടാവും. ആദ്യം പ്രേരിത ഇ എം എഫ് ഉണ്ടാവുന്നു, പിന്നെന്താണ്? പ്രേരിത വൈദ്യുതി ഉണ്ടാവും. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു എന്താണ് പ്രതിഭാസം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കിട്ടിയോ? വൈദ്യുത കാന്തിക പ്രേരണം. Whenever the magnetic flux linked with a coil changes, an induced EMF produced in the coil. Due to this induced EMF, an induced current is produced. This phenomenon is known as EMI, electromagnetic induction. അതായത് this is our magnet, north and south. There is a magnetic field around it. ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു magnetic field ഉണ്ട്. കിട്ടിയോ? Clear? And this magnetic field is stationary now. ഇപ്പൊ ഈ magnetic field അങ്ങനെ നിൽക്കണ, യാതൊരു മാറ്റവും ഇല്ല. There is a coil here. ഇവിടെ ഒരു coil ഉണ്ട്. It is known as solenoid. എപ്പോഴാണോ നമ്മൾ ഈ പറയുന്ന കാന്തം ഈ കോയിലിനുള്ളിലേക്ക് കയറ്റുന്നത്, മൂവ് ചെയ്യുന്നത്, the magnetic flux change. മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു വ്യതിയാനം സംഭവിക്കും, ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. കണ്ടോ? കട്ടായി പോകും, ഇതിനുള്ളിലോട്ട് കയറും. സോ whenever the magnetic flux changed, എപ്പോഴാണോ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം വരുന്നത്, എങ്ങനെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ? ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. കോയിലുമായിട്ട് കണക്ട് ആവുമ്പോൾ, കോയിലുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ, കോയിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു കാന്തത്തിന്റെ കാന്തിക ഫ്ലക്സിൽ എപ്പോഴാണോ വ്യതിയാനം സംഭവിക്കുന്നത്, മനസ്സിലായോ? വെറുതെ ഇരിക്കുമ്പോഴല്ല, കോയിലുമായിട്ട് എന്ത് ചെയ്യണം? കണക്ഷനിൽ വരണം. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? whenever the magnetic flux linked with the coil, linked with the coil. കണ്ടോ? എപ്പോഴാണ് കോയിലുമായിട്ട് ടച്ചിൽ വരുന്നത്, the magnetic flux changes. magnetic flux എന്തുണ്ടാവും? ചേഞ്ച് വരും. that change produce an EMF in the coil. EMF in the coil. കോയിലിനകത്ത് ഒരു EMF ഉണ്ടാക്കും. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോണുകളെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് ഉണ്ടാവും. due to this electromotive force, what produces? current produces. what is current? motion of electron. ഉണ്ടോ? ഒരു ഇലക്ട്രോണിൽ ഒരു ഫോഴ്സ് കിട്ടിയ ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോൺ അടിച്ചു, അടുത്ത ഇലക്ട്രോൺ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ്. that is current. motion of the charge, flow of charge, it is known as current. so that current is produced. that EMF is known as induced EMF. that current is known as induced current. പ്രേരിത EMF, പ്രേരിത വൈദ്യുതി. പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് ഉപയോഗിച്ചിട്ടാണ് AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തുവാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 41. whenever there is a change in the magnetic flux linked with the coil. കണ്ടോ? നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോ? whenever a change in the magnetic flux, magnetic flux ഉണ്ടാവുന്ന ചേഞ്ച് linked with the coil. linked with the coil very important word ആണ്. linked with the coil. കണ്ടോ? കോയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാന്തത്തിന്റെ കാന്തിക ഫ്ലക്സിന് എപ്പോഴാണോ വ്യതിയാനം സംഭവിക്കുന്നത്,
Electricity is induced in the coil. ആ കോയിലിനകത്ത് എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി, കറന്റ് ഉണ്ടാവും. This phenomenon is known as electromagnetic induction. കിട്ടിയോ? ഈ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് വൈദ്യുതകാന്തിക പ്രേരണ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. The current thus induced is the induced current. അവിടെ ഉണ്ടായ കറന്റിന്റെ പേരെന്താണ്? ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇൻഡ്യൂസ്ഡ് കറന്റ്. The voltage induced is the induced EMF. കണ്ടോ? അവിടെ വോൾട്ടേജിനെയല്ലേ EMF എന്ന് പറഞ്ഞത്. എന്താണ് EMF ന്റെ പ്രത്യേകത? സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് ആണ്. മനസ്സിലായോ? ഇൻഡ്യൂസ്ഡ് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്ത് വേറൊരാൾ മുഖേന വേറൊരാൾ ഉണ്ടായി. കിട്ടിയോ? ഞാൻ ചൂടായ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ചൂടായ ഒരു കപ്പ് ചൂട് വെള്ളം, ചായ, ഇത് ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചായയും ചൂട് എങ്ങോട്ട് പോകും? വെള്ളത്തിലേക്ക് പോകും. അപ്പൊ വെള്ളത്തിലേക്ക് ചൂട് ഇൻഡ്യൂസ് ചെയ്തു ആര്? കപ്പ് ചായ, ഒരു കപ്പ് ചായ ഒരാൾ മറ്റൊരാളിലേക്ക് കൊടുക്കുകയാണ്. കണ്ടാ? അതിനെയാണ് ഇൻഡ്യൂസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? ഇനിയുള്ള സാധനം ഞാൻ വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതാണ് എന്ത്? ഇൻഡ്യൂസ്ഡ്. എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്, ഇതിന്റെ അടുത്ത് വന്നിട്ട് മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഇവരും എന്താണ്? ചിക്കൻ ബോക്സ്. മനസ്സിലായോ? കണ്ണിക്കേടുണ്ട്, കണ്ണു നോക്കിയിരുന്നാല് അവന് കണ്ണിക്കേട്. അപ്പൊ ഞാൻ അവനിലേക്ക് എന്ത് കണ്ണിക്കേട് എന്ത് ചെയ്തു? ഇൻഡ്യൂസ് ചെയ്തു. മനസ്സിലായോ? അതുപോലെ ഈ കാന്തമാണ് ഇവിടെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. കാന്തം EMF ഇൻഡ്യൂസ് ചെയ്തു. EMF എന്ത് ഇൻഡ്യൂസ് ചെയ്തു? കറന്റ് ഇൻഡ്യൂസ് ചെയ്തു. അങ്ങനെ കറന്റ് ഉണ്ടായി. ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് പ്രൂവ് ചെയ്യുന്ന പരീക്ഷണമാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റ്, ഫാരഡേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ടും അതിന്റെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പേജ് നമ്പർ 40 എടുക്കാം. പേജ് നമ്പർ 40 പറഞ്ഞിരിക്കുന്നത് the above materials are arranged as shown in the figure. 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? 4 ഫിഗർ കൊടുത്തു. നല്ലൊരു ടെസ്റ്റ് ആണ്. ഇത് ഇത്തിരി ഇതായിട്ടുണ്ടാവും. 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറില് ഗാൽവോമീറ്ററിന്റെ സൂചി മുകളിലേക്കാണ്. കണ്ടോ? ഇവിടെ കാന്തം പുറത്ത് നിർത്തിയിരിക്കുകയാണ്. കാന്തിനകത്തേക്ക് കയറ്റിയിട്ടില്ല. ഈ കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇതിനകത്തോട്ട് കയറ്റിയിട്ടില്ല. അപ്പൊ ഗാൽവോമീറ്റർ സൂചിയിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. കാണുന്നുണ്ടോ? സോ വാട്ട്സ് യുവർ ഒബ്സർവേഷൻ? നീഡിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. നീഡിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് നോട്ട് ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ. ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാന്തം ഉള്ളിലോട്ട് കയറ്റി. സോ there is a movement here. അല്ല, ആ മൂവ്മെന്റ് സമയത്ത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? കട്ടായി പോകുന്നു. അങ്ങനെ കട്ടായി പോകുമ്പോൾ അവിടെ ഈ പറയുന്ന ഗാൽവനോമീറ്റർ സ്വിച്ച് റൈറ്റ് സൈഡിലേക്ക് പോയേക്കണം. കണ്ടോ? അപ്പോ അവിടെ എന്തുണ്ട്? ഒരു കറന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ കറന്റ് ഉണ്ട്. ഏത് സമയത്ത് മാത്രം? ഈ കാന്തം മൂവ് ചെയ്തപ്പോൾ മാത്രം. തേർഡ് എക്സ്പെരിമെന്റിലെ ആ ഗാൽവനോമീറ്റർ സ്വിച്ച് നേരെ നിൽക്കുന്നു. പരീക്ഷയിലേക്ക് ഫിഗർ എന്നിട്ട് ആ ഗാൽവനോമീറ്റർ സൂചി തരില്ല. മനസ്സിലായ? സൂചി നിങ്ങൾ വരയ്ക്കാൻ മതി. എന്നിട്ട് അതിന്റെ പ്രത്യേകത എഴുതാൻ മതി. എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് നിങ്ങൾ ചോദ്യം വരാം. ഓക്കെ. അപ്പൊ ആ സൂചി ഇതൊക്കെ ആക്കാൻ മനസ്സിലായി. അങ്ങനെയല്ല, ഇന്ന് നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ അകത്തിരിക്കല്ലേ, വെറുതെ ഇരിക്കണ അകത്ത്. അപ്പൊ കറണ്ട് ഉണ്ടോ? ഇല്ല. കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് അവർ തമ്മിൽ കൂടിച്ചേർന്ന് അവിടെ നിന്ന് ഉണ്ടോ? ഇതില്ല, കറണ്ട് ഇല്ല. ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. Then changes in magnetic field. Then fourth experiment നോക്കൂ. ഇത് തിരിച്ചെടുത്ത സമയത്ത് എന്താ സംഭവിക്കുക? റിവേഴ്സ് ഡയറക്ഷനിലേക്ക് കറന്റ് വന്നു. കണ്ടോ? നേരത്തെ റൈറ്റ് സൈഡിലേക്ക് പോയി ഗാൽവനോമീറ്റർ ഇപ്പൊ എങ്ങോട്ട് പോയി? ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. ഇതാണ് നമ്മൾ കണ്ട കാര്യം. ഇതിനകത്ത് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണ്? ഇപ്പുറത്ത് നോക്കൂ, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ്ഡ്. മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് കറന്റ് ഉണ്ടാവണേ നമുക്ക് മനസ്സിലായി. അതാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് കൂട്ടണം, കൂടുതൽ കറന്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ സോളിനോട് വേണ്ടേ? ഇച്ചിരി നീളമുള്ള സോളിനോട് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇത്തിരി എന്താണ് ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ളതാണെങ്കിലോ കൂടുതൽ കറന്റ് ഉണ്ടാവും. കാരണം ഓരോ ചുറ്റലുകളും ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. മനസ്സിലായോ? ഓരോ ചുറ്റും കൂടുതൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ചുറ്റുകളുടെ എണ്ണം കൂടുന്തോറും എന്ത് കൂടും? വൈദ്യുതി കൂടും. അപ്പൊ അവിടത്തെ ടേബിൾ 3.2 നമ്പർ ഓഫ് ടേൺ ഇൻക്രീസസ് എന്ന കോളത്തിൽ ടിക്കണം. ഓക്കെ. ഫസ്റ്റ് കോളത്തിൽ ടിക്കണം. നമ്പർ ഓഫ് എന്താണ്? ടേൺസ് ഇൻക്രീസ്. നമ്പർ ഓഫ് ടേൺ ഡിക്രീസ്ഡ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡിക്രീസ്ഡ് കോളത്തിൽ എന്താണ്? ടിക്കണം. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്, കറന്റ് ഇൻക്രീസസ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്.
ഈ കോയിലുകളുടെ ചുറ്റലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾ എന്ത് പറയും? ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. 1 കണ്ടോ? എന്ത് കൂട്ടണം? ചുറ്റലുകളുടെ എണ്ണം കൂട്ടണം. കിട്ടിയോ? ശരി. അപ്പൊ എണ്ണം കുറച്ചാലോ കറണ്ട് കുറയും. അത് രണ്ടാമത്തെ ചോദ്യത്തിൽ ഡിക്രീസ് എഴുതാം. സ്ട്രോങ് മാഗ്നറ്റ്, നല്ല ശക്തിയുള്ള ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു കാന്തം ഉപയോഗിക്കുക. നല്ല ശക്തിയുള്ള, അപ്പൊ കുറെ ഉണ്ടാവും. മനസ്സിലായോ? കുറെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് കുറെ ഉണ്ട്. ഫ്ലക്സ് ഞാൻ പഠിപ്പിച്ചതാണ് അല്ലേ? ഓർമ്മയുണ്ടോ? എന്താണ് മെഷർ ഓഫ് എന്താണ്? ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലക്സ്. അപ്പോ നല്ല ശക്തിയുള്ള സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കണം? സ്ട്രോങ് മാഗ്നറ്റ്. സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വൈദ്യുതി കൂടുതൽ. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കുറേ ശക്തിയുള്ള കാന്തം ഉപയോഗിക്കുമ്പോൾ കുറേ ഫീൽഡ് ഉണ്ട് ചുറ്റും, അതെല്ലാം കട്ടായി പോകും. ഇനി എന്താണ് മൂവ്മെന്റില് അവിടെ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റ് ഓർ സോളിഡ് മൂവ്സ് വിത്ത് ലെസ് സ്പീഡ്. കുറഞ്ഞ സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കാലമീറ്റർ, നല്ല സ്പീഡിൽ കാലമീറ്റർ അങ്ങനെ പോകും. അപ്പൊ സ്പീഡ് കൂടുന്തോറും എന്ത് കൂടും? കറന്റ് അളവ് കൂടും. അതുകൊണ്ട് സ്പീഡ് കൂട്ടാം. മോഷൻ ഇൻക്രീസ് ചെയ്യാം. സോ മാഗ്നറ്റ് ഏതെങ്കിലും ഒരാളെ മോഷൻ ചെയ്താൽ മതി, രണ്ടും കൂടി ചെയ്യണ്ട. മാഗ്നറ്റ് ഓർ സോളിനോട്, മാഗ്നറ്റ് ഓർ സോളിനോട് എന്താണ്? മൂവ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡ്. ഇനി ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് എഴുതണം. മനസ്സിലായ? 3 കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പഠിക്കണം, മറ്റൊന്നും പഠിക്കണ്ട. 3 സിറ്റുവേഷനിൽ മാത്രമാണ് കൂടുതൽ കറണ്ട് ഉണ്ടാവുക. 1 ചുറ്റുകളുടെ എണ്ണം കൂട്ടണം, 2 കാന്തത്തിന്റെ ശക്തി കൂട്ടണം, 3 മൂവ്മെന്റിന്റെ സ്പീഡ് എന്ത് ചെയ്യണം? കൂട്ടണം. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ടേബിൾ 3.1 എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി നിയർ ദ സോളിനോഡ്. സോളിനോഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ. അതായത് 2 കോളം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒബ്സർവേഷൻ എങ്ങനെയാണ്? ഡിഫ്ലക്ട് മോർ, ഡിഫ്ലക്ട് ലെസ്, ഡസ് നോട്ട് ഡിഫ്ലക്ട്. എന്താണ് ഡസ് നോട്ട് ഡിഫ്ലക്ട്? ഒരു ഡിഫ്ലക്ഷനും ഇല്ല. അങ്ങനെ നിൽക്കുന്നു. കണ്ടോ? ഒരു വ്യതിയാനവും ഇല്ല. അപ്പൊ ഒരു വ്യതിയാനം ഇല്ലെങ്കിൽ പിന്നെ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോയ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കോളത്തിലൊന്നും എഴുതണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻടു ദ സോളിനോഡ്. മാഗ്നറ്റിന്റെ അകത്തേക്ക്, സോളിനോഡ് അകത്തേക്ക് നോർത്ത് പോൾ മൂവ് ചെയ്തു. അപ്പൊ ഒരു ഡിഫ്ലക്ഷൻ കാണുന്നില്ലേ റൈറ്റ് സൈഡിലേക്ക്? ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്ക് ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ എന്ത് ചെയ്താൽ ഡിഫ്ലക്ഷൻ ഉണ്ട്, ബട്ട് അത്ര വലുതൊന്നുമല്ല. ഡിഫ്ലക്ഷൻ ലെസ്. എന്താണ് കാണിക്കുന്നത്? എന്താണ് പറയേണ്ടത്? അവിടെ എ സൈഡിലേക്ക് പോയി റൈറ്റ് സൈഡിലേക്ക്. രണ്ടാമത്തെ കോളത്തിൽ എന്ത് ഉത്തരം എഴുതണം? റൈറ്റ് സൈഡിലേക്ക്. മാഗ്നറ്റ് സ്റ്റേഷൻ ഇൻസൈഡ് ദ സോളിനോഡ്. സോളിനോഡ് അകത്ത് മാഗ്നറ്റ് വെച്ചു. അതാണ് മൂന്നാമത്തെ കേസ്. അപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ടോ? ഡിഫ്ലക്ഷൻ ഇല്ല, വ്യതിയാനം ഇല്ല. അത് കഴിഞ്ഞു. ഈ നാലാമത്തെ കേസ്, മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോഡ്. ഈ പറയുന്ന സോളിനോഡിന്റെ ഉള്ളിൽ നിന്ന് മാഗ്നറ്റ് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്ത സമയത്ത് ഈ പറയുന്ന 4 കിലോമീറ്റർ ഉള്ള സൂചി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. അപ്പൊ അവിടെ കറണ്ട് ഉണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ട്, വ്യതിയാനം ഉണ്ട്. വ്യതിയാനം ആർക്ക് വ്യതിയാനം ഉണ്ടാകുന്നത്? ഈ മാഗ്നറ്റ് സൂചിക്ക് വ്യതിയാനം ഉണ്ടെന്നാണ് ചോദ്യം. വ്യതിയാനം ഉണ്ട്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അടുത്തത്, മാഗ്നറ്റ് ആൻഡ് സോളിനോഡ് ആർ മൂവ്ഡ് ഓൺ ദ സെയിം പ്ലെയിൻ ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്. കണ്ടാ? അതായത് ഇതാണ് നമ്മുടെ സോളിനോഡ്, ഇതാണ് മാഗ്നറ്റ്. ഫസ്റ്റ് കേസ് നമ്മൾ ഇവിടെ വെച്ചു, ഡിഫ്ലക്ഷൻ ഇല്ല, അതോട്ട് കയറ്റി, ഡിഫ്ലക്ഷൻ ഉണ്ട്. അങ്ങനെ തന്നെ വെച്ചു, ഡിഫ്ലക്ഷൻ ഇല്ല, പുറത്തേക്ക് ഇറക്കി, ഡിഫ്ലക്ഷൻ ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ഇനി നമ്മൾ ഇതിനകത്ത് കയറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ എപ്പോഴാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമോ? കട്ടാവുന്നുണ്ടോ? ഇല്ല. ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ മൂവ് ചെയ്താൽ കട്ടാവും. എന്നാൽ ഇത് വേറെ സ്പീഡിൽ ഇത് വേറെ സ്പീഡിലാണെങ്കിലോ അപ്പം എന്താണ് കട്ടാവും? രണ്ടും ഒരുമിച്ച് ഒരേ സ്പീഡിൽ മൂവ് ചെയ്താൽ അവിടെ എന്തുണ്ടാവില്ല? വൈദ്യുതി ഉണ്ടാവില്ല. അപ്പൊ അതിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഒന്നില്ലെങ്കിൽ കാന്തം മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സോളിനോട് മൂവ് ചെയ്യണം. കാന്തം വെച്ചിട്ട് സോളിനോട് ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പോഴും കട്ടായി പോകും. അല്ലെങ്കിൽ സോളിനോട് വെച്ചിട്ട് കാന്തം ഇങ്ങനെ കാണിച്ചാലും മതി, അപ്പോഴും എന്താവും? കട്ടാവും. അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒന്നും ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് എ സി ജനറേറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് എ സി ജനറേറ്റർ വൈദ്യുതി ഉണ്ട്. നമ്മുടെ പള്ളിയിലെ കണ്ടിട്ടില്ലേ ജനറേറ്റർ? ഇങ്ങനെ അതിനുള്ളിൽ എന്താ? 2 കാന്തം ഇങ്ങനെ വെച്ചിരിക്കുക. 2 കാന്തം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട്. കണ്ടോ? ഉള്ളിലൊരു കോയിലുണ്ട്. കോയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. മനസ്സിലായോ? അപ്പൊ കാന്തിക ബലരേഖകൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കോയിലിനകത്ത് എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ട്. ആ കറണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കണം.
മനസ്സിലായോ? സൈക്കിൾ ഡൈനാമോയിൽ എന്താണ്? കാന്തമുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കോയിലുണ്ട് ചുറ്റിലും. മനസ്സിലായോ? ആ കോയിലാണ് നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യുന്നത്? ടയറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ടയർ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ, ഇതിന്റെ ടാപ്പ് കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കോയിൽ കിടന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങും. അപ്പൊ അത് എന്തിന്റെ ഉള്ളിലാണ് ഇരിക്കണേ? രണ്ട് കാന്തത്തിനുള്ളിലാണ്. അപ്പൊ കാന്തത്തിന്റെ ശക്തിയില്ലേ അതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ കോയിലിനകത്ത് എന്തുണ്ടാവും? വൈദ്യുതി ഉണ്ടാവും. അടിപൊളിയല്ലേ? അടിപൊളി സംഭവല്ലേ? രണ്ട് കാന്തം ഇങ്ങനെ വെക്കാൻ നടക്കും, കോയിലിന് ചുറ്റും കോയിലിട്ട് കറക്കാം. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജി ഉപയോഗിച്ച്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഉപയോഗിച്ച് നിങ്ങൾ ഫോഴ്സ് പ്രയോഗിക്കുകയാണ് സൈക്കിളിന്റെ പെഡലിൽ. അപ്പൊ നിങ്ങളുടെ കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കണ്ടോ? ആ മെക്കാനിക്കൽ എനർജിയാണ് ഈ ടയർ കറങ്ങുന്നത്. കണ്ടോ? ടയറിന് ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് ഇതിന്റെ കോയിലിനെ കറക്കുന്നത്. അപ്പൊ ആ എനർജിയാണ് എന്തായി മാറുന്നത്? വൈദ്യുതിയായിട്ട് മാറുന്നത്. ആക്ച്വലി അവിടെ ഒന്നിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല, എനർജി രൂപത്തിലേക്ക് മാറ്റം വരണുള്ളൂ, ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, വെള്ളം കെട്ടി നിർത്തി അണക്കെട്ടില്. അപ്പൊ ഡ്യൂ ടു ദിസ് ഹൈറ്റ് അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ വെള്ളം മുകളിൽ താഴേക്ക് വീഴുമ്പോൾ ആ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അത് വന്ന് ടർബൈനിൽ വന്ന് ഇങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ ടർബൈൻ കിടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ അത് എന്തായിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ AC ജനറേറ്ററിന്റെ ഈ പറയുന്ന കോയിൽ. അപ്പൊ അത് കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാവും. അപ്പൊ ആ വൈദ്യുതി എവിടെന്നാ വന്നേ? ഇവിടെ ഉണ്ടായിരുന്ന എനർജിന്നാണ്. നിലവിലുള്ള എനർജിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറി. അല്ലാണ്ട് നമുക്ക് ശൂന്യതയിൽ നിന്ന് ഒരിക്കലും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു എനർജി രൂപത്തിൽ വേറൊരു എനർജി രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാന്തം ഇത് അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ വൈദ്യുതി എങ്ങനെ വന്നു സാർ? പറഞ്ഞുതരാം. നിങ്ങളുടെ ശരീരത്തിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ എനർജി ഉപയോഗിച്ചിട്ടല്ലേ ഇങ്ങനെ മൂവ് ചെയ്യണേ? ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള എനർജി വേണ്ടേ നിങ്ങൾക്ക്? വേണ്ടേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി കൈനറ്റിക് എനർജിയാണ്. നമ്മൾ കൈക്ക് ഇങ്ങനെ കുറേ നേരം കാണിച്ചു നോക്കിയാൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. സോ നിങ്ങളുടെ ശരീരം സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നിങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചു കുറെ നേരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഏതെങ്കിലും രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ആവണം. അത് എന്തായിട്ട് മാറി? ഹീറ്റ് ആയിട്ട് മാറി. ഹീറ്റ് ആവും. കുറെ നേരം കൈ കരിഞ്ഞോണം വരും. ചെയ്തു വയ്ക്കും. അപ്പൊ നമ്മളിവിടെ ഈ പറയുന്ന കാന്തം അതോട് വരുമ്പോൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? കറണ്ടായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു എനർജി വേറൊരു എനർജി രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് എക്സ്പെരിമെന്റ് ചോദിക്കും. ഈ ഫിഗർ തന്നിട്ട് അതിന്റെ ഈ പറയുന്ന ഈ സൂചി ഒന്നും തരാണ്ട് അതിന്റെ ഒബ്സർവേഷൻ നമ്മൾ എഴുതാൻ പറയും. പിന്നെ ചോദിക്കുന്നത് ഈ എന്തെല്ലാം മാർഗങ്ങളിലൂടെ വൈദ്യുതിയുടെ അളവ് കൂട്ടാം? അപ്പൊ 3 മാർഗങ്ങൾ പ്രത്യേകം പഠിക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി പോകണം കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി ഈ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ജോൺ അംബ്രോസ് ഫ്ലെമിങ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ.